വിശ്വാസിനികളെ, റഹ്മാനായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങൾ കഴിവിൻ്റെ പരമാവധി ജീവിതത്തിൽ പാലിക്കാൻ ശ്രമിച്ചുകൊണ്ട് മുത്തഖീങ്ങളായി ജീവിക്കണ എന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ് റബ്ബ് സുബ്ഹാനഹു വ തആല. നമുക്കെല്ലാം അതിന് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നാം ചെയ്തുകൊണ്ടിരിക്കുന്ന മുഴുവൻ നന്മകളെയും അല്ലാഹു തആല പരിപൂർണാർത്ഥത്തിൽ നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. വിശുദ്ധ റമദാനിലെ നാം പ്രത്യേകമായി ചെയ്യാൻ ശ്രമിച്ച അമലുകൾ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്ന് കബൂലാക്കുമാറാവട്ടെ. അവിടെ പരലോകത്ത് സ്വർഗത്തിലേക്കുള്ള മുതൽക്കൂട്ടായി റബ്ബ് സുബ്ഹാനഹു വ തആല അതെല്ലാം നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. വിശുദ്ധ ഖുർആൻ സൂറത്ത് ഖിയാമയിലെ 20 മുതൽ 25 വരെയുള്ള 6 ആയത്തുകളാണ് ഓതിവെച്ചത്. പരിശുദ്ധ റമദാൻ നമ്മിലേക്ക് വന്നപ്പോൾ ചില മാറ്റങ്ങളൊക്കെ സ്വാഭാവികമായി നമ്മിൽ ഉണ്ടായി. റമദാനെ കഴിഞ്ഞു, ശവ്വാലിലേക്ക് നാം പ്രവേശിച്ചു. പെരുന്നാളും അനുബന്ധമായ ആഘോഷങ്ങളുമൊക്കെയായി ശേഷം സാധാരണ ജീവിതത്തിലേക്ക് നമ്മൾ മെല്ലെ മെല്ലെ പ്രവേശിക്കുകയാണ്. യഥാർത്ഥത്തിൽ എന്തിനായിരുന്നു റമദാനിൽ നമ്മൾ പകൽ സമയം നോമ്പുകാരായി നിന്നത്? എന്തിനായിരുന്നു റമദാനിൽ രാത്രി ദീർഘമായി നിസ്കരിക്കാൻ തയ്യാറായത്? എന്തിനായിരുന്നു റമദാനിൽ പള്ളികളുമായുള്ള ബന്ധം കുറെ കൂടി ഊർജിതപ്പെടുത്താൻ ശ്രമിച്ചത്? എന്തിനായിരുന്നു റമദാനിൽ നമ്മുടെ വീടുകളിലേക്ക് കയറി വന്ന സഹായം ആവശ്യപ്പെട്ടു വന്ന ആളുകളെയെല്ലാം സന്തോഷത്തോടെ സ്വീകരിച്ചത്? എല്ലാത്തിനുമുള്ള ഉത്തരം പ്രതിഫലം ലഭിക്കാൻ എന്നാണല്ലോ, റഹ്മാനായ റബ്ബിൻ്റെ വജഹിന് വേണ്ടി എന്നാണല്ലോ. എങ്കിൽ ആ ഒരു മാനസികാവസ്ഥ ജീവിതത്തെ അവസാനം വരെ ഉണ്ടാവേണ്ടതാണ് എന്നുള്ളത് പ്രത്യേകമായി നമുക്ക് ഓർമ്മയുണ്ടാവേണ്ടതുണ്ട്. അതോടൊപ്പം ആ ചെയ്തതെല്ലാം സ്വീകരിക്കപ്പെട്ടുവോ ഇല്ലേ, അതല്ല ഇതെല്ലാം ചെയ്തിട്ടും എന്തെങ്കിലും ചില പോരായ്മകളാൽ അതൊക്കെ നഷ്ടമായി പോയിട്ടുണ്ടാകുമോ എന്ന ഒരു ആശങ്ക കൂടി ഈ സമയത്ത് നമുക്ക് ആവശ്യമാണ്. 4ാം ഖലീഫ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് കാണാം. അന്നഹു കാന യുനാദി ഫി ആഖിരി ലൈലത്തിൻ മിൻ റമദാൻ. റമദാനിൻ്റെ അവസാന രാത്രിയിൽ 4ാം ഖലീഫ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു അദ്ദേഹം വിളിച്ചു പറയുമായിരുന്നുവെന്നാണ്. യാ ലൈത ശഅരി മൻ ഹാദൽ മഖ്ബൂലു ഫനുഹന്നിഅ വമൻ ഹാദൽ മഹ്റൂമു ഫനുഅസിഹ. ആരുടേതെല്ലാമാണ് സ്വീകരിക്കപ്പെട്ടത് എന്ന് അറിഞ്ഞിരുന്നുവെങ്കിൽ നമുക്കവരെ അഭിനന്ദിക്കാമായിരുന്നു. ആരുടേതൊക്കെയാണ് സ്വീകരിക്കാതെ തടയപ്പെട്ടു പോയത് എന്ന് അറിഞ്ഞിരുന്നുവെങ്കിൽ നമുക്കവരോട് അനുശോചനം അറിയിക്കാമായിരുന്നുവെന്ന് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു റമദാന്റെ അവസാന രാത്രിയിൽ പറയാറുണ്ട് എന്ന് ഇബ്നു റജബ് അൽ-ഹംബലി റഹിമഹുല്ലാഹ് അദ്ദേഹത്തിൻ്റെ ലത്വായിഫുൽ മആരിഫ് എന്ന ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയതായി കാണാൻ സാധിക്കും. സമാനമായ രീതി സ്വഹാബി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവും ചെയ്യാറുണ്ട് എന്നാണ്. റമദാന്റെ അവസാന രാത്രിയിൽ അദ്ദേഹം വിളിച്ചു പറയും, മൻ ഹാദൽ മഖ്ബൂൽ അല്ലൈല ഫനുഹന്നീഹി. ഇന്നത്തെ രാത്രിയോടുകൂടി എല്ലാം സ്വീകരിക്കപ്പെട്ടവൻ ആരാണോ അവനെ നമുക്ക് അഭിനന്ദിക്കാം. ആരാണോ എല്ലാം നഷ്ടപ്പെട്ടു പോയവൻ ഫനുഅസ്സിഹി, നമുക്ക് ഒരു തഅസിയത്ത് നടത്താം, അനുശോചനം അറിയിക്കാം അവനെ എന്ന് അദ്ദേഹം പറയുമായിരുന്നു. ശേഷം അദ്ദേഹം പറയും, അയ്യുഹൽ മഖ്ബൂലു ഹനീഅ വ അയ്യുഹൽ മർഹൂമുൽ മർദൂദു. അല്ലയോ സ്വീകരിക്കപ്പെട്ടവരെ, ഹനീഅ നിങ്ങൾക്ക് മംഗളാശംസകൾ,
നിസ്കാരവും നോമ്പും സക്കാത്തും ഹജ്ജും അടക്കമുള്ള എല്ലാ ഇബാദത്തുകളും സ്വീകരിക്കപ്പെട്ടില്ല എങ്കിൽ അതുകൊണ്ട് പ്രയോജനമില്ലല്ലോ. റമദാനിൽ പ്രത്യേകിച്ചും അമലുകൾ വർദ്ധിപ്പിക്കുമ്പോൾ അതൊക്കെ സ്വീകരിക്കപ്പെട്ടുവെങ്കിൽ ഫഹനീഅ, നിങ്ങൾക്ക് മംഗളാശംസകൾ. ഇതല്ല അയ്യുഹൽ മർഹൂം അൽ മർദൂദ്, തള്ളപ്പെട്ടവരെ, എല്ലാം നഷ്ടപ്പെട്ടു പോയ ആളുകളെ, നിങ്ങൾക്ക് ജബറല്ലാഹു മുസീബത്തക, നിങ്ങളുടെ ആ മുസീബത്തിനെ അല്ലാഹു തആല പരിഹരിച്ചു നൽകട്ടെ എന്ന് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുമായിരുന്നുവെന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. സമാനമായ ധാരാളം ഉദ്ധരണികൾ മുൻഗാമികളായ സ്വഹാബിമാരും താബിഈങ്ങളുമായ ആളുകളിൽ നിന്ന് നമുക്ക് കാണാൻ സാധിക്കും. അഞ്ചാം ഖലീഫ എന്നറിയപ്പെടുന്ന, രണ്ടാം ഉമർ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റഹിമഹുല്ലാ, അദ്ദേഹം റമദാൻ കഴിഞ്ഞ് പെരുന്നാൾ ഖുത്ബയിലേക്ക് വന്നപ്പോൾ ആ ഖുത്ബയിൽ അദ്ദേഹം പറഞ്ഞ വാചകം കാണാം: അയ്യുഹന്നാസ് ഇന്നകും സുംതും ലില്ലാഹി 30 യൗമ. അല്ലയോ മനുഷ്യരെ, നിങ്ങൾ പടച്ച റബ്ബിന് വേണ്ടി 30 ദിവസം നിങ്ങൾ നോമ്പനുഷ്ഠിച്ചു. വഖുംതും 30 ലൈല, നിങ്ങൾ 30 ദിവസം രാത്രി നിസ്കരിച്ചു. വഖറജതുൽ യൗമ തത്ലുബൂന മിനല്ലാഹി അൻ യതഖബ്ബല മിൻകും, ഇന്ന് നിങ്ങൾ ഈ ഇറങ്ങിയിരിക്കുന്നത് പടച്ച റബ്ബ് നിങ്ങളിൽ നിന്ന് സ്വീകരിക്കണേ എന്ന ആ തേട്ടത്തോടായി ആണ് എന്നാണ് അദ്ദേഹം അന്ന് പെരുന്നാൾ ഖുത്ബയിൽ സൂചിപ്പിച്ചത് എന്ന് കാണാൻ സാധിക്കുന്നു. അഥവാ അവരൊക്കെ ആശങ്കപ്പെട്ടത് ഇതൊക്കെ സ്വീകരിക്കപ്പെടാതെ പോകുമോ, എല്ലാം തള്ളപ്പെട്ടു പോകുമോ എന്ന ആശങ്കയിലായിരുന്നു അവരുണ്ടായിരുന്നത് എന്നർത്ഥം. അതുകൊണ്ട് തന്നെ റഹ്മാനായ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ അമലുകളും സ്വീകരിച്ചിട്ടുണ്ടാവണം, സ്വീകരിക്കണമെന്ന ആ താല്പര്യം, ആ പ്രാർത്ഥന സ്വീകരിക്കപ്പെടാതെ പോകുമോ എന്ന ആശങ്ക, അതാണ് ഈ സമയത്ത് നമുക്കുണ്ടാവേണ്ടത് എന്നർത്ഥം. അമീറുൽ മുഅ്മിനീൻ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പെരുന്നാൾ ദിവസം ഒരു ഉണങ്ങിയ പരുത്ത റൊട്ടി ഭക്ഷിക്കുന്നത് കാണുമ്പോൾ അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട്: അല്ല അമീറുൽ മുഅ്മിനീൻ, ഇന്ന് പെരുന്നാളാണല്ലോ, ഇത് യൗമുൽ ഈദ്, ഇത് ആഘോഷത്തിന്റെ ദിവസമാണല്ലോ, എന്നിട്ടും യൗമു ഈദിൻ വഖുബ്സുൻ ഹസനുൻ, ഈ പെരുന്നാൾ ദിവസത്തിലും ഈ പരുത്ത ഉണക്കറൊട്ടിയാണോ നിങ്ങൾ ഭക്ഷിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞ വല്ലാത്തൊരു മറുപടിയുണ്ട്. അദ്ദേഹം പറഞ്ഞ യൗമ ഈദു മൻ ഖുബില സിയാമുഹു വഖിയാമുഹു ഈദു മൻ ഗുഫിറ ദുനൂബുഹു വശുകിറ സഅയുഹു വഖുബില അമലുഹു. പെരുന്നാൾ യഥാർത്ഥത്തിൽ ആർക്കാണുള്ളത് എന്നാണ്. ആർക്കാണ് പെരുന്നാൾ? ഈദ് ഇന്നത്തെ ദിവസം പെരുന്നാളാകുന്നത് മൻ ഖുബില സിയാമുഹു വഖിയാമുഹു, നോമ്പും നിസ്കാരവുമെല്ലാം സ്വീകരിക്കപ്പെട്ടവർക്കാണല്ലോ പെരുന്നാളുള്ളത്. പാപങ്ങൾ പൊറുക്കപ്പെട്ടവർക്കാണല്ലോ പെരുന്നാളുള്ളത്. തൻ്റെ പരിശ്രമങ്ങളെ നന്ദിയോടെ സ്വീകരിക്കപ്പെട്ടവർക്കാണല്ലോ പെരുന്നാളുള്ളത്. വഖുബില അമലുഹു, അവൻ്റെ അമലുകളെല്ലാം സ്വീകരിക്കപ്പെട്ടവർക്കാണല്ലോ പെരുന്നാളുള്ളത് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. സഹോദരങ്ങളെ, ആ ബോധമാണ് നമുക്കുണ്ടാവേണ്ടത് എന്നർത്ഥം. മാത്രവുമല്ല, അബൂ മൻസൂർ ശിറാസി റഹിമഹുല്ലാ അദ്ദേഹം പറയുന്നു, മസ്ജിദുൽ ഹറാമിൽ വെച്ചുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത്, പെരുന്നാൾ ദിവസം ലൈസൽ ഈദു ലിമൻ ഗുരിഫ ലഹു ഇന്നമൽ ഈദു ലിമൻ ഗുഫിറ ലഹു, ആർക്കാണോ പാപങ്ങൾ പുറത്തു കിട്ടിയത് അവർക്കാണ് പെരുന്നാൾ ഉള്ളത്. അതല്ലാതെ ധാരാളമായി ഭക്ഷണപാനീയങ്ങൾ ഒരുക്കപ്പെട്ടതല്ല പെരുന്നാൾ. നല്ല വസ്ത്രം വാങ്ങി, നല്ല ഭക്ഷണമുണ്ട്, സുഭിക്ഷമാണ്, വീട്ടിൽ നല്ല സന്തോഷമാണ്, അതല്ല പെരുന്നാൾ. തൻ്റെ പാപങ്ങൾ പൊറുക്കപ്പെട്ടുവോ എങ്കിൽ അവർക്കാണ് പെരുന്നാളുള്ളത് എന്നാണ് അദ്ദേഹം പഠിപ്പിക്കുന്നത്. മാത്രവുമല്ല, മുൻഗാമികൾ പറഞ്ഞു വെച്ചത് കാണാം, ചില ആളുകൾ അവരുടെ കാര്യം നാശമെന്നാണ്, നഷ്ടമാണ് അവർക്ക്. ലാ യഅരിഫുനല്ലാഹ ഇല്ലാ ഫീ റമളാൻ, അവർ പടച്ച റബ്ബിനെ അറിയുന്നില്ല ഇല്ലാ ഫീ റമളാന, റമളാനിലല്ലാതെ അല്ലാഹുവിനെ അറിയാത്ത ചില ആളുകൾ നട്ടക്കാരാണ് അവർ എന്നാണ്. റമളാൻ മാസമായാൽ അല്ലാഹുവിനെ ഓർമ്മയുണ്ട്, റമളാൻ മാസമായാൽ പള്ളിയുമായി ബന്ധമുണ്ട്, റമളാൻ മാസമായാൽ ഖുർആനുമായി ബന്ധമുണ്ട്, റമളാൻ മാസമായാൽ ദുആയുണ്ട്, ദിക്റുണ്ട്, ദുആയുണ്ട്, സ്വലാത്തുണ്ട്, എല്ലാ അർത്ഥത്തിലുമുള്ള ഒരു ശ്രദ്ധയുണ്ട്. റമളാൻ കഴിഞ്ഞാൽ പിന്നെ ഒന്നുമില്ലാത്ത ഒരു സാഹചര്യം
സാഹചര്യം അത് ഉണ്ടായിക്കൂടാ എന്നർത്ഥം. റമദാനെ കഴിഞ്ഞാൽ പഴയ അവസ്ഥയിലേക്ക് മടങ്ങാമെന്നാണെങ്കിൽ അവർ കാര്യമില്ല, അത് സ്വീകരിക്കപ്പെട്ടിട്ടില്ല എന്നതിൻ്റെ അടയാളമായി പോലും മുൻഗാമികൾ കാണുമായിരുന്നു എന്ന് കാണാൻ സാധിക്കുന്നു. എന്താണെങ്കിലും വിശുദ്ധ റമദാനിൽ നമ്മളൊക്കെ കഴിവനുസരിച്ച് ചെറിയ രൂപത്തിലാണെങ്കിലും കുറച്ചൊക്കെ അമലുകൾ ചെയ്യാൻ ശ്രമിച്ചു. അല്ലാഹു തആല നമ്മിൽ നിന്ന് കബൂലാക്കുമാറാവട്ടെ. ഇനി ആ അമലുകളെ നഷ്ടപ്പെടുന്ന രൂപത്തിലുള്ള കാര്യങ്ങളൊന്നും ഇല്ലാതിരിക്കാൻ പ്രത്യേകമായി ശ്രദ്ധിക്കുക. അതോടൊപ്പം ആ അമലുകളെ തുടർന്നു കൊണ്ടുപോകുവാനും മരണം വരെ ജീവിതാവസാനം വരെ പടച്ച റബ്ബിൻ്റെ വജഹിനെ കാക്ഷിക്കുന്ന, റബ്ബിനെ ഭയപ്പെടുന്ന, അവൻ്റെ ത്വഅത്തിനായി വഴിപെടലായി ജീവിതത്തെ ക്രമീകരിക്കുന്നവരായി മാറാനാണ് നാം പരിശ്രമിക്കേണ്ടത്. ചെയ്ത അമലെല്ലാം ബാത്തിലായി പോകാൻ എളുപ്പമുണ്ട്. ശിർക്ക് സംഭവിച്ചാൽ എല്ലാം ബാത്തിലായി പോകുമെന്നാണല്ലോ അല്ലാഹുവിൻ്റെ റസൂലിനോട് പോലും അല്ലാഹു തആല വിശുദ്ധ ഖുർആനിൽ താക്കീത് ചെയ്തത് അങ്ങനെയാണ്. ലൈൻ അസ്തക്ത ലയഹ്ബതന്ന അമലുക, പ്രവാചകരെ താങ്കൾ ശിർക്ക് ചെയ്താലും ശരി താങ്കളുടെ എല്ലാ അമലും ബാത്തിലാകുമെന്നാണ് സൂറത്തുൽ സുമറിലെ 65-ാമത്തെ വചനത്തിൽ അല്ലാഹു തആല പരിചയപ്പെടുത്തിയത്. നബി തങ്ങൾ ശിർക്ക് ചെയ്യില്ല, ചെയ്തിട്ടില്ല, ഹറാമ് ചെയ്തിട്ടില്ല, ഒരു പാപങ്ങളും സംഭവിക്കാത്തവരാണ് പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മഅസൂമാണ്, പാപസുരക്ഷിതരാണ്. എന്നിട്ട് പോലും ആ മഅസൂമായ നബിയോടാണ് അല്ലാഹു തആല പറഞ്ഞത് ലൈൻ അസ്തക്ത, നബിയെ താങ്കൾ ശിർക്ക് ചെയ്താലും ലയഹ്ബതന്ന അമലുക, നിങ്ങളെല്ലാ അമലും ബാത്തിലാകും, നിരർത്ഥകമായി പോകുമെന്നാണ്. എത്ര വലിയ ആളാണെങ്കിലും ശരി, എത്ര വലിയ അമലിൻ്റെ ഉടമയാണെങ്കിലും ശരി, റഹ്മാനായ റബ്ബിൽ പങ്കു ചേർക്കുന്ന വല്ലതുമൊന്ന് വാക്കിനാലോ പ്രവർത്തിയാലോ വിശ്വാസരംഗത്തൊക്കെയായി ശിർക്കിൻ്റെ ഏതെങ്കിലും ഒന്ന് ജീവിതത്തിൽ വന്നു പോയാൽ എല്ലാ അമലും അതോടുകൂടി ബാത്തിലായി പോകുമെന്നാണ് അത് അറിയിക്കുന്നത്. വിശുദ്ധ ഖുർആനിൽ മൊത്തം പറഞ്ഞത് 25 പ്രവാചകന്മാരെ പേരുകളാണ്. അതിൽ 18 പ്രവാചകന്മാരെ പേര് പറഞ്ഞ അധ്യായമാണ് സൂറത്ത് അൻആം. സൂറയിൽ 86 വരെയുള്ള ആയത്തുകളിലായി 18 പ്രവാചകന്മാരുടെ പേരുകൾ അല്ലാഹു തആല ഒരു 4-5 ആയത്തുകളിലായി തുടർച്ചയായി പരാമർശിക്കുന്നുണ്ട്. 87-ാമത്തെ ആയത്തിൽ ആ പ്രവാചകന്മാരെ പാത പിൻപറ്റിയ അവരുടെ പിതാക്കന്മാരും സഹോദരങ്ങളും സന്താനങ്ങളും അവരെ കുറിച്ച് പരാമർശമുണ്ട്. ശേഷം 88-ാമത്തെ ആയത്തിൽ അല്ലാഹു തആല പറഞ്ഞത് വലൗ അശ്റകൂ ലഹബിത അൻഹും മാ കാനൂ യഅമലൂൻ എന്നാണ്. ഈ പറയപ്പെട്ട അമ്പിയാക്കളാണെങ്കിലും അവരുടെ പിതാക്കന്മാരാണെങ്കിലും സന്താനങ്ങളാണെങ്കിലും സഹോദരങ്ങളാണെങ്കിലും ശരി, ആരാണെങ്കിലും വലൗ അശ്റകൂ, അവരാര് ശിർക്ക് ചെയ്താലും ശരി, അവരാര് റബ്ബിൽ പങ്കു ചേർത്താലും ശരി, ലഹബിത അൻഹും മാ കാനൂ യഅമലൂൻ, ചെയ്തു വെച്ച എല്ലാ അമലും അതോടുകൂടി നിരർത്ഥകമായി പോകും, അത് പൊളിഞ്ഞു പോകുമെന്നാണ് അല്ലാഹു തആല ആ ആയത്തിലൂടെ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. അതിനാൽ അമൽ പൊളിയാൻ ഒന്നാമത്തെ കാരണം ശിർക്ക് തന്നെയാണ്. രണ്ടാമത് അതിൻ്റെ ചെറിയ വകഭേദമായി വരുന്ന റിയാ, ലോകമാന്യമാണ്. ചെയ്ത അമലിനെ കുറിച്ച് വലിയ മതിപ്പുണ്ടാവുക, ഞാനൊക്കെ ഒരുപാട് ചെയ്തുവെന്ന് അറിയിച്ചു കൊണ്ടിരിക്കുക, ആളുകൾ കാണാനും അറിയാനും വേണ്ടിയുള്ള സംസാരങ്ങൾ നിർവഹിക്കുക. ഞാൻ അത്ര സ്വതക്ക ചെയ്തു ഈ റമദാനിൽ, ഞാൻ അത്ര നിസ്കരിച്ചു ഈ റമദാനിൽ, ഞാൻ ഇത്ര ഖുർആൻ ഓതി ഈ റമദാനിൽ, അതിനെ മേന്മ പറയുക, ആളുകൾ അറിയട്ടെ, ആളുകൾ എന്നെക്കുറിച്ച് നല്ലത് വിചാരിക്കട്ടെ എന്ന റിയാഇൻ്റെ ലോകമാന്യത്തിൻ്റെ സംസാരം എല്ലാം തകർത്ത് തരിപ്പണമാക്കുമെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കൽ വീട്ടിൽ വരുമ്പോൾ ഭാര്യ ആയിഷ റളിയല്ലാഹു അൻഹയുടെ സമീപത്ത് ഒരു സ്ത്രീ ഇരുന്ന് സംസാരിക്കുന്നുണ്ട്. നബി തങ്ങൾ ചോദിച്ചു, ആരാണിവർ? ആയിഷ ബീവി പറഞ്ഞു, ഹദിഹി ഫുലാന, അത് ഇന്ന സ്ത്രീയാണ്, നമ്മുടെ അപ്പുറത്തെ വീട്ടിലുള്ള ആ സ്ത്രീയാണ്. തദ്കുറു മിൻ സ്വലാത്തിഹ, അവർ അവിടെ നിസ്കാരത്തിൻ്റെ മേന്മ പറയുകയാണ് എന്നാണ്. ഒരുപാട് നിസ്കരിക്കാറുണ്ട്, അവർ ധാരാളമായി നിസ്കരിക്കാറുണ്ട്. ആ നിസ്കാരത്തിൻ്റെ മഹിമ അവരിങ്ങനെ പറയുകയാണ്. നബി തങ്ങൾ പറഞ്ഞു, മഹ് അലൈക്കും ബിമാ തുതീഖൂൻ, അങ്ങനെയൊന്നും വേണ്ട, അങ്ങനെയൊന്നും പറയേണ്ടതില്ല, കഴിയുന്നതെന്തോ അത് നിങ്ങൾ ചെയ്യുക. ഫവല്ലാഹി ലയമല്ലല്ലാഹ് ഹത്താ തമല്ലു, നിങ്ങൾക്ക് മടുപ്പുണ്ടാകുമ്പോൾ പടച്ച റബ്ബിനും നിങ്ങളുടെ കാര്യത്തിൽ മടുപ്പുണ്ടാകും. അതുകൊണ്ട് ആ വക സംസാരമൊന്നും ആവശ്യമില്ല, ചെയ്യാൻ കഴിയുന്നതോ അത് നിങ്ങൾ ചെയ്യുക എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെ ഓർമ്മപ്പെടുത്തി കൊടുക്കുന്നത്. നബി തങ്ങളോട് ചോദിക്കുന്നുണ്ട്, ജിഹാദിന്റെ രംഗത്ത്, യുദ്ധരംഗത്ത് പോലും ചോദിക്കുന്നുണ്ട്. ചില ആളുകൾ
തറവാട്ട് മഹിമയ്ക്ക് വേണ്ടി യുദ്ധം ചെയ്യാറുണ്ട്. ചില ആളുകൾ തന്റെ ധീരത കാണിക്കാൻ വേണ്ടി യുദ്ധം ചെയ്യാറുണ്ട്. ഏതാണ് നബിയെ അള്ളാന്റെ മാർഗത്തിൽ യുദ്ധം എന്ന് ചോദിക്കുമ്പോൾ നബി തങ്ങൾ കൊടുത്ത മറുപടി മൻ ഖാതല ലിതകൂന കലിമത്തുല്ലാഹി ഹിയൽ ഉൽയ ഫഹുവ ഫീ സബീലില്ലാഹ്. അല്ലാഹുവിന്റെ വചനം അത്യുന്നതമാകാൻ വേണ്ടി ആരാണോ യുദ്ധം ചെയ്യുന്നത് അതാണ് അള്ളാഹിന്റെ മാർഗത്തിലുള്ള യുദ്ധം എന്നാണ്. അതല്ല എങ്കിൽ ആ യുദ്ധം പോലും സ്വീകാര്യമല്ല. വലിയ ധീരനാണെന്ന് പറയാൻ, വലിയ ധൈര്യശാലിയാണെന്ന് പറയാൻ വേണ്ടിയാണ് ഏറ്റുമുട്ടിയത് എങ്കിൽ അത് റബ്ബിന്റെ മാർഗത്തിലെ യുദ്ധമായി കണക്കാക്കാവതല്ല എന്നർത്ഥം. ഒരുപാട് അമലുകൾ ചെയ്തു, പക്ഷേ അതൊക്കെ അള്ളാഹു അല്ലാത്തവരുടെ പ്രീതിക്ക് വേണ്ടി ചെയ്തുവെങ്കിൽ, അല്ലെങ്കിൽ മറ്റുള്ള ആളുകളെ കാണിക്കാൻ വേണ്ടി ചെയ്തുവെങ്കിൽ നിയ്യത്ത് മാറി എല്ലാം തകർന്നത് തരിപ്പടമായി. ഇന്നമൽ അഅ്മാലു ബിന്നിയ്യാത്ത് എന്നാണല്ലോ. തീർച്ചയായും അമലുകൾ മുഴുവനും നിയ്യത്ത് പ്രകാരം മാത്രമാണ്. ആത്മാർത്ഥമായി ചെയ്യുക, ആ നിയ്യത്തിനെ എന്നും നിലർത്തുക. മൂന്നാമത് ചെയ്യുമ്പോൾ നിയ്യത്തുണ്ടാകും, പക്ഷെ പിന്നീട് എവിടെയെങ്കിലും വെച്ച് ആ നിയ്യത്തിനെ ബാത്തിലാക്കുന്ന രൂപത്തിലുള്ള സംസാരങ്ങൾ ഉണ്ടാകും. പ്രത്യേകിച്ച് ദാനധർമ്മങ്ങളിൽ വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തി ലാ തുബ്തിലു സദഖാതികും ബിൽ മന്നി വൽ അദാ. നിങ്ങൾ സ്വതക്കകളെ നിങ്ങൾ ബാത്തിലാക്കരുത് ബിൽ മന്നി വൽ അദാ. എടുത്തു പറഞ്ഞുകൊണ്ടും പീഡനങ്ങൾ നടത്തിക്കൊണ്ടും നിങ്ങൾ നഷ്ടപ്പെടുത്താൻ പാടില്ല എന്നാണ് എടുത്തു പറയുക. ചെയ്തു വെച്ചതിന് എടുത്തു പറയുക. ഒരുപാട് ചെയ്തപ്പോഴേക്ക് ആത്മാർത്ഥമായിട്ടാണ് ഇഖ്ലാസോടെയാണ് ചെയ്തത്, പക്ഷെ പിന്നീട് ഒരു ഘട്ടം വരുമ്പോൾ അത് എടുത്തു പറയുന്നു, ഞാനത് അങ്ങനെ ചെയ്തില്ലേ, ഞാൻ നിങ്ങൾ തന്നില്ലേ, അത് ഞാൻ അങ്ങനെ സഹായിച്ചില്ലേ, ഇപ്പം എനിക്ക് ഓർമ്മയില്ലേ എന്ന് തുടങ്ങി ആ ചെയ്തു വെച്ച കർമ്മങ്ങളെ ദാനധർമ്മങ്ങളെ എടുത്തു പറയുക. അതിൻ്റെ പേരിൽ ചൂഷണം ചെയ്യുക, അതേ പേരിൽ പീഡിപ്പിക്കുക. അതാ കൊടുത്ത സഹായത്തിൻ്റെ പേരിൽ ആ സഹായം സ്വീകരിച്ചവനെ പീഡിപ്പിക്കുക, അയാളെ ചൂഷണം ചെയ്യുക. അയാൾ പിന്നെ എന്നും എൻ്റെ കയ്യിൽ നിന്നോളണമെന്ന മനസ്സ്. ഞാൻ അയാളെ സഹായിക്കാറുണ്ട്. എനിക്ക് എന്തു പ്രശ്നം വന്നപ്പോഴും ഞാനാണ് സഹായിച്ചത്, അയാൾക്ക് ബുദ്ധിമുട്ട് വന്നപ്പോൾ ഞാനാണ് സഹായിച്ചത്. എന്ത് ഞാൻ വിളിച്ചാൽ അയാൾ വരാത്തത്, എന്ത് ഞാൻ പറഞ്ഞാൽ സ്വീകരിക്കാത്തത് എന്ന മട്ടിൽ ആ സഹായിച്ചതിൻ്റെ പേരിൽ ഈ സാധുവിനെ ചൂഷണം ചെയ്യുക. അതാണ് അതാ എന്ന് പറയുന്നത്. മന്നും അതയും കൊണ്ട്, എടുത്തു പറയലും ചൂഷണങ്ങളും കൊണ്ട് നിങ്ങളുടെ സ്വതക്കകളെ നിങ്ങൾ ബാത്തിലാക്കാൻ പാടില്ല എന്ന് അല്ലാഹു തആല പ്രത്യേകമായി നമ്മെ സൂചിപ്പിക്കുന്നുണ്ട്. അതേപോലെ ബിദ്അത്തുകൾ അമലുകൾ ബാത്തിലാകുന്ന മറ്റൊന്നാണ്. അല്ലാഹും റസൂലും പഠിപ്പിക്കാത്ത കർമ്മങ്ങൾ ചെയ്ത് ഒരുപാട് അമൽ ചെയ്തു എന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അല്ലാഹു പഠിപ്പിക്കാത്ത അമലാണ്, റസൂൽ പഠിപ്പിക്കാത്ത അമലാണ് പുതിയ നിസ്കാരങ്ങൾ, പുതിയ നോമ്പുകൾ, പുതിയ സ്വലാത്തുകൾ, പുതിയ ദിക്റുകൾ, പുതിയ ഇബാദത്തുകൾ. ഓരോ കാലഘട്ടങ്ങളിൽ ഓരോ നാടുകളിൽ ഓരോരുത്തരായി കെട്ടിയുണ്ടാക്കി കൊണ്ടുവന്നിട്ട് അതൊക്കെ ദിക്റാണെന്ന് പറഞ്ഞാൽ, അതൊക്കെ സ്വലാത്താണെന്ന് പറഞ്ഞാൽ, അതൊക്കെ ദുആയാണെന്ന് പറഞ്ഞാൽ, അതൊക്കെ നോമ്പാണ് നിസ്കാരമാണെന്ന് പറഞ്ഞാൽ അതെങ്ങനെ നോമ്പാകും, അതെങ്ങനെ നിസ്കാരമാകും? ഒരു കാര്യം ഇബാദത്താകണമെങ്കിൽ അല്ലാഹു തആല പഠിപ്പിക്കണം, അവൻ്റെ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കണം. അല്ലാഹു റസൂൽ പഠിപ്പിക്കാത്ത അമലായി സ്വീകരിക്കപ്പെടുകയില്ല. നബി തങ്ങൾ പറഞ്ഞു, മൻ അമില അമലൻ ലൈസ അലൈഹി അംറുനാ ഫഹുവ റദ്ദുൻ. നമ്മുടെ കൽപ്പന ഇല്ലാത്തൊരു അമൽ വല്ലവരും ചെയ്താൽ ഫഹുവ റദ്ദുൻ, അത് തള്ളപ്പെടുന്ന കാര്യമാണ്, ആ അമൽ സ്വീകരിക്കപ്പെടുകയില്ല. മറ്റൊരു റിപ്പോർട്ടിൽ മൻ അഹ്ദസ ഫീ അംരിനാ ഹാദാ മാ ലൈസ മിൻഹു ഫഹുവ റദ്ദുൻ. നമ്മുടെ ഈ മതകാര്യത്തിൽ അതിൽ ഇല്ലാത്ത ഒന്ന് ആരെങ്കിലും പുതുതായി കൊണ്ടുവന്നാൽ തള്ളപ്പെടുന്ന കാര്യമാണത് എന്നാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ നിലയ്ക്ക് അമലുകൾ ബാത്തിലായി പോകുന്ന വഴികളെപ്പറ്റി നന്നായി ബോധവാന്മാരാവുക. എല്ലാം സ്വീകരിക്കപ്പെടണം. അമൽ നമുക്ക് വളരെ കുറച്ചേ ഉള്ളൂ, എടുത്തു പറയാൻ മാത്രമൊന്നുമില്ല. അള്ളാഹിന്റെ കോടതിക്ക് എത്തുമ്പോൾ മീസാനിൽ വെക്കുമ്പോൾ ആ മീസാനിൽ ഭാരമേറുന്ന അമലായി എന്താണ് സഹോദരങ്ങളെ സാധുക്കളായ ദുർബലന്മാരായ നമുക്കെല്ലാം ഉള്ളത്? വളരെ തുച്ഛമാണ്. ആ ഉള്ളത് തന്നെയും ഇങ്ങനെ പല കാര്യങ്ങളാൽ നഷ്ടപ്പെടുത്തി കളഞ്ഞാൽ പിന്നെ പടച്ച റബ്ബിന്റെ കോടതിയിൽ എന്താണ് തുലാസിലേക്ക് വെക്കാൻ ഉണ്ടാവുക? അത് ചെയ്തതെല്ലാം നമുക്ക് പരലോകത്ത് ലഭിക്കണം. ലഭിക്കുന്ന അമലുകൾ ചെയ്തുകൊണ്ടേയിരിക്കണം. മരണം വരെ, ആയുസ് അവസാനിക്കും വരെ ആ നന്മയിലായി തന്നെ ജീവിതം മുന്നോട്ട് പോകണം. അതല്ല ദുനിയാവിൻ്റെ പിന്നാലെയാണ് എങ്കിൽ ഓതിവെച്ച ആയത്തതാണ്. ചില ആളുകളുടെ താല്പര്യം അവർ ദുനിയാവാണ് എന്നാണ്, അവർ ആഗ്രഹിക്കുന്നത് ദുനിയാവിൻ്റെ കാര്യമാണ് എന്നാണ് ഈ ആയത്തിൽ അല്ലാഹു തആല പ്രത്യേകമായി ഓർമ്മപ്പെടുത്തിയത്. ചില ആളുകൾ അവർ തുഹിബ്ബൂനൽ ആജില വതദറൂനൽ ആഖിറ, അവർ ക്ഷണികമായതിനെ ദുനിയാവിനെ അവർ ഇഷ്ടപ്പെടുന്നു, ഈ ആഖിറത്തിനെ അവരതാ കളഞ്ഞു കുടിക്കുന്നു, അതവർ ഒഴിവാക്കുന്നു എന്ന് അല്ലാഹു തആല ആക്ഷേപമായി പറയുകയാണ്. നമ്മൾ ഇഷ്ടപ്പെടേണ്ടത് പരലോകത്തെയാണ്. വൽ ആഖിറത്തു ഖൈറും വഅബ്ഖാ എന്നാണല്ലോ. ആഖിറമാണ് ഖൈറും വഅബ്ഖാ, എന്നെന്നും അവശേഷിക്കുന്നത് ഏറ്റവും ഖൈറായത്. ദുനിയാവ് അവശേഷിക്കുന്നതെല്ലാം ദുനിയാവിൽ ഉള്ളവനും ഇല്ലാതായി പോകും, ഇല്ലാത്തവന്
വരും. അതേപോലെ ഏത് സമയത്തും സാഹചര്യങ്ങൾ മാറും, രോഗങ്ങൾ വരും, പരീക്ഷണങ്ങൾ വരും, പ്രതിസന്ധികൾ വരും, പ്രയാസങ്ങൾ വരും. എന്നും ഒരേപോലെ ആവില്ല. എല്ലാം ഉണ്ടെന്ന് വിചാരിക്കുന്നവരും ഒന്നുമില്ലാത്തവരായി പൊളിഞ്ഞ് പാപ്പരായി പോകലുണ്ട്. ഒന്നുമില്ലാത്തവരും എല്ലാം ഉള്ളവരായി മാറാറുണ്ട്. ആരോഗ്യമുള്ളവന് പെട്ടെന്ന് ആരോഗ്യം നഷ്ടപ്പെടാറുണ്ട്. സമ്പത്തുള്ളവന് സമ്പത്ത് നഷ്ടപ്പെടാറുണ്ട്. മക്കൾ നഷ്ടപ്പെടാറുണ്ട്. പലജാതി നഷ്ടങ്ങൾ ദുനിയാവിൽ വരാറുണ്ട്. ദുനിയാവ് അങ്ങനെയാണ്. ദുനിയാവ് നൽകുകയും തടയുകയും ചെയ്യുമെന്നാണ്. ഉള്ളവൻ ഇല്ലാതാകും, ഇല്ലാത്തവരുണ്ടാകുമെന്നർത്ഥം. എന്നാൽ പരലോകമാവട്ടെ ഏറ്റവും ഖൈറായത് പരലോകമാണ്. എന്നെന്നും ബാക്കിയാകുന്നത് അബ്ഖ, എന്നെന്നും അവശേഷിക്കുന്നത് പരലോകമാണ്. ദുനിയാവ് അവശേഷിക്കുകയില്ല. ഇനി എത്ര സൗകര്യമുണ്ടെങ്കിലും അത് ഇന്നല്ലെങ്കിൽ നാളെ അവസാനിക്കാവുന്നതാണ്. എന്നെന്നും ബാക്കിയാകുന്നതെല്ലാം. അതുകൊണ്ട് സഹോദരങ്ങളെ, ആ ബോധമുണ്ടാവുക. പരലോകത്തിന് വേണ്ടി അമൽ ചെയ്യുക, അവനവൻ്റെ സ്വർഗത്തിന് വേണ്ടി അമൽ ചെയ്യുക. ചെയ്ത അമലെല്ലാം അവിടെ ലഭിക്കണമെന്ന നിർബന്ധ ബുദ്ധി ഉണ്ടാവുക. ലഭിക്കാവുന്ന അമലുകളെ ജീവിതത്തിൻ്റെ ഭാഗമാക്കി മാറ്റുക. അല്ലാഹു തആല തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് നഹ്മദുഹു വനസ്തഈനുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅ്മാലിനാ. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. സഹോദരങ്ങളെ, സഹോദരിമാരെ, റഹ്മാനായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ നിയമ നിർദ്ദേശങ്ങൾ കഴിവിൻ്റെ പരമാവധി ജീവിതത്തിൽ പാലിക്കാൻ ശ്രമിച്ചുകൊണ്ട് മുത്തഖീങ്ങളായി ജീവിക്കണേ എന്ന് പ്രത്യേകമായി ആവർത്തിച്ച് എന്നെയും നിങ്ങളെയുമൊക്കെ ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു തആല തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. ഒരു അമൽ ചെയ്യുക എന്നതിൻ്റെ കൂടെ തന്നെ ഉണ്ടാവേണ്ട രണ്ട് കാര്യങ്ങൾ: ഒന്ന്, ആ അമൽ സ്വീകരിക്കപ്പെടാതെ പോകുമോ എന്ന ആശങ്ക; രണ്ട്, അത് സ്വീകരിക്കാൻ വേണ്ടിയുള്ള പ്രാർത്ഥന. അത് രണ്ടും പ്രധാനമാണ്. ചെയ്തു വെച്ചു, അതോടെ എല്ലാം കഴിഞ്ഞു എന്നല്ല. നോമ്പ് നോറ്റല്ലോ, ഇനിയിപ്പോൾ എന്താ അതേപ്പറ്റി ആലോചിക്കാൻ അല്ല. അല്ലാഹ് നീ സ്വീകരിക്കണേ എന്ന ഒരു ദുആ അതിൻ്റെ കൂടെ അനിവാര്യമാണ്. അല്ലെങ്ങാനും എനിക്ക് ലഭിക്കാതെ പോകുമോ, നഷ്ടമായി പോകുമോ എന്ന ആശങ്ക, ബേജാറ്, അതും അതിൻ്റെ കൂടെ അനിവാര്യമാണ്. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം റബ്ബിൻ്റെ കൽപ്പന പ്രകാരമാണ് കഅബാലയം നിർമ്മിച്ചത്. എവിടെ നിർമ്മിക്കണമെന്ന് അല്ലാഹുവാണ് നിശ്ചയിച്ചു കൊടുത്തത്. എങ്ങനെ നിർമ്മിക്കണമെന്ന് അല്ലാഹുവാണ് അറിയിപ്പ് നൽകിയത്. വഹയ്യു പ്രകാരമാണ് അതിലെ ഓരോ കാര്യങ്ങളും ഇബ്രാഹിം നബിയും ഇസ്മായിൽ നബിയും കൂടെ നിർവഹിച്ചത്. എന്നിട്ടും വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തി അവിടെ പ്രാർത്ഥന: റബ്ബനാ തഖബ്ബൽ മിന്നാ വഇദ് യർഫഉ ഇബ്രാഹിമുൽ ഖവാഇദ മിനൽ ബൈത്തി വഇസ്മാഈൽ റബ്ബനാ തഖബ്ബൽ മിന്നാ. ആ കഅബയുടെ അടിത്തറകളെ പടുത്തുയർത്തുന്ന രംഗത്ത് അവൾ നടത്തിയ ദുആയാണ് റബ്ബനാ തഖബ്ബൽ മിന്നാ, റബ്ബേ നീ ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണേ എന്ന പ്രാർത്ഥന. ആ പ്രവാചകന്മാരുടെ മാതൃകയാണ് എന്നർത്ഥം. അതുകൊണ്ട് ആ പ്രാർത്ഥനയും ആ ആശങ്കയും നമുക്കും ഉണ്ടാവേണ്ടതുണ്ട്. എൻ്റെ അമൽ നഷ്ടപ്പെട്ടു പോകുമോ, എൻ്റെ അമൽ എൻ്റെ എന്തെങ്കിലും പോരായ്മകൾ കൊണ്ട് തള്ളപ്പെട്ടു പോകുമോ എന്ന ആശങ്കയുണ്ടാവുക. ഇനി സ്വീകരിക്കപ്പെട്ടാൽ പോലും മറ്റു പല കാരണങ്ങൾ ഒരു പക്ഷേ ആ അമൽ നമുക്ക് പ്രയോജനപ്പെടാതെയും പോകാം. അതും വേണം നമ്മൾ ശ്രദ്ധിക്കുക. അമൽ ചെയ്തു, അമൽ സ്വീകാര്യമാണ്, എല്ലാ സത്തും ഫർളും യോജിച്ച സ്വീകാര്യയോഗ്യമായ അമലാണ്. എന്നാലും ഒരു പക്ഷേ ആ അമൽ സ്വീകരിക്കപ്പെട്ടാലും നമുക്കൊരു പക്ഷേ പ്രയോജനപ്പെടാതെ പോകാം, മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടുകയും ഉണ്ടായേക്കാം. നബി ഞങ്ങൾ ഒരിക്കൽ ചോദിക്കുന്നുണ്ട്: അതദറൂന മനിൽ മുഫ്ലിസ്, ആരാണ് മുഫ്ലിസ് എന്ന് നിങ്ങൾക്കറിയുമോ? മുഫ്ലിസ് എന്നാൽ പാപ്പരായവൻ എന്നാണ്. പാപ്പരായവൻ എന്നാണ് മുഫ്ലിസിന് അർത്ഥം. അതദറൂന മനിൽ മുഫ്ലിസ്, നിങ്ങൾക്കറിയുമോ ആരാണ് മുഫ്ലിസ്? സ്വഹാബിമാർ പറഞ്ഞു: അൽ മുഫ്ലിസു ഫീനാ മല്ലാ ദിർഹമ ലഹു വലാ ദീനാർ. ഒരു ദിർഹമോ ഒരു ദീനാറോ കൈവശമില്ലാത്ത, ഒരു പണത്തിനും വകയില്ലാത്ത ആളാണ് നബി ഞങ്ങൾ കൂട്ടത്തിൽ മുഫ്ലിസ്, പാപ്പരായവൻ. നബി ഞങ്ങൾ പറഞ്ഞു: അതല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഞാൻ ഉദ്ദേശിച്ച ഈ ഉമ്മത്തിലുണ്ട് ചില പാപ്പരായ ആളുകൾ. നാളെ പരലോകത്ത് അവർ വരിക ധാരാളം അമലുമായിട്ടാണ്.
നല്ല സ്വീകാര്യയോഗ്യമായ അമലുകൾ ചെയ്ത് ആ അമലുകളുമായി അവർ നാളെ പരലോകത്ത് വരും. പക്ഷേ അവൻ അതിൻ്റെ കൂടെ തന്നെ മറ്റു പലരെയും കുറിച്ച് ആക്ഷേപം പറഞ്ഞിട്ടുണ്ട്, മറ്റു പലരെയും കുറിച്ച് അവൻ ഗീബത്ത് പറഞ്ഞിട്ടുണ്ട്. വസഫക ദമഹാദ, ചില ആളുകളെ രക്തം ചിന്തിയിട്ടുണ്ട്. അതുകൊണ്ട് ആ ആളുകളെല്ലാം അവൻ്റെ പിന്നാലെ കൂടുകയും അവിടെയാവട്ടെ പൊരുത്തപ്പെടുന്ന പ്രശ്നമില്ല, മാപ്പ് നൽകുന്ന പ്രശ്നമില്ല. ദുന്യാവിൽ പക്ഷേ മാപ്പ് നൽകിയേക്കാം, നൽകാതിരുന്നേക്കാം. പരലോകത്തതല്ല, ഒരാൾ മാപ്പ് നൽകുകയില്ല. അങ്ങനെ അവർക്കെല്ലാം പകരം ലഭിക്കണം. ഇവൻ്റെ ആക്ഷേപത്തിന്, ഇവൻ്റെ പരിഹാസത്തിന്, ഇവൻ്റെ വഞ്ചനയ്ക്ക്, ഇവൻ്റെ ഗീബത്തിന് എല്ലാം അവർക്ക് പകരം ലഭിക്കണം. അതിന് ഉള്ള പോംവഴി ഇവൻ്റെ അമലുകളെ അവർക്കെടുത്തു കൊടുക്കുന്നു. ഇവൻ്റെ അമല് അവിടെ നൽകുന്നു. അങ്ങനെ എല്ലാ അമലും ഓരോരുത്തരും ഓഹരി വെച്ച് കൊണ്ടുപോകുന്നു. എല്ലാം കൊടുത്തു കഴിഞ്ഞാലും ആളുകൾ ബാക്കിയാണ്, ഇനിയുമുണ്ട് ആളുകൾ കാത്തു നിൽക്കുന്നു. എന്തു ചെയ്യാം? അവസാനം അവരുടെ തിന്മകളെ ഇങ്ങോട്ടെടുത്ത് കൊടുക്കുന്നു. ആ ആളുകളെ തിന്മകൾ ഇവൻ്റെ മേലേക്ക് വെച്ച് കെട്ടുന്നു. അങ്ങനെ അവസാനം ഒരുപാട് നന്മയുമായി വന്നവൻ ഒരുപാട് തിന്മയുമായി നരകത്തിൽ പോയി പതിക്കേണ്ടുന്ന സാഹചര്യം ഉണ്ടാകുന്നു. അതാണ് എൻ്റെ ഉമ്മത്തിലെ മുഫ്ലിസ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. അപ്പോൾ അമലുകൾ ചെയ്യണം, ആ അമൽ സ്വീകരിക്കപ്പെടണം, സ്വീകരിക്കപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കണം. സ്വീകരിക്കപ്പെട്ടാൽ മാത്രം പോരാ, ആ അമൽ നമുക്ക് തന്നെ പ്രയോജനപ്പെടുകയും വേണം. ഒരുപക്ഷെ നമ്മുടെ അമൽ മറ്റുള്ളവർക്ക് പ്രയോജനപ്രദമാകുന്ന സാഹചര്യം ഉണ്ടായേക്കാം. റബ്ബ് കാത്തുരക്ഷിക്കുമാറാവട്ടെ. നാലാമതൊരു പോയിന്റ് ഉള്ളത്, അമലൊക്കെ സ്വീകാര്യമാണ്, പക്ഷേ ആ അമലുകൾ പടച്ച റബ്ബ് പരിഗണിക്കാത്ത ചില സാഹചര്യങ്ങളുണ്ട്. അമലിൻ്റെ എല്ലാ നിബന്ധനയും ഒത്തിട്ടുണ്ട്. ഇഖ്ലാസ് ഉണ്ട്, ഇത്തിബാ ഉണ്ട്, സ്വീകാര്യയോഗ്യമാണ്, അമലൊക്കെ ശരിയാണ്. പക്ഷേ അല്ലാഹു തആല തീരുമാനിക്കും അവൻ്റെ അമൽ ആവശ്യമില്ല. അല്ലാഹു തആല അതെല്ലാം പൊടിപൊടിയാക്കി പടത്തിക്കളയുമെന്ന് ഹദീസിൽ കാണാം. നബി തങ്ങൾ പറഞ്ഞു, എൻ്റെ ഉമ്മത്തിൽ ചില ആളുകൾ നാളെ പരലോകത്ത് വരിക വലിയ പർവ്വതം കണക്കെയുള്ള അമലുമായിട്ടാകുന്നു. തിഹാമത്തുൽ ബൈളാ, പർവ്വതം പോലെ വലിയ അമലിൻ്റെ കൂമ്പാരവുമായി നാളെ പരലോകത്ത് വരുന്ന ആളുകളുണ്ട്. പക്ഷേ ഫയജ്അലുഹല്ലാഹു ഹബാഅം മൻസൂറ, ആ അമലെല്ലാം അല്ലാഹു തആല പൊടിപൊടിയാക്കി പടത്തിക്കളയുമെന്നാണ്. എന്തുകൊണ്ട്? നബി ഞങ്ങൾ കാരണം പറഞ്ഞത്, അവർ വലാകിന്നഹും ഇലാ ഖലൗ ബിമഹാരിമില്ലാ ഇൻതഹഖൂഹ, സ്വകാര്യ ജീവിതത്തിൽ അല്ലാഹു ഹറാമാക്കിയ കാര്യങ്ങളൊക്കെ ചെയ്യുന്നവരായിരുന്നതാണ്. അമലൊക്കെ ഉണ്ട്, പരസ്യമായി എല്ലാ അമലും ചെയ്യുന്നുണ്ട്. പക്ഷേ സ്വകാര്യതയിൽ മോശമാണവർ. എല്ലാ വേണ്ടാത്തങ്ങളും സ്വകാര്യ ജീവിതത്തിലുണ്ട്. ആരും അറിയാതെ, ആരും ശ്രദ്ധിക്കാതെ ഒരുപാട് സ്വകാര്യമായ തിന്മകൾ ജീവിതത്തിൽ കാത്തു സൂക്ഷിക്കുന്നുണ്ട്. അശ്ലീലമായത് കാണുന്നുണ്ട്, അശ്ലീലമായത് കേൾക്കുന്നുണ്ട്. വിശേഷിച്ച ഇന്നത്തെ കാലഘട്ടത്തിൽ സോഷ്യൽ മീഡിയ വ്യാപകമായ സാഹചര്യത്തിൽ ആരും അറിയാതെ എല്ലാ വേണ്ടാവൃത്തിയിലേക്കും പോകാനെന്ന് സാഹചര്യമുണ്ട്. നമ്മളൊക്കെ മൊബൈലിന് ലോക്കാണല്ലോ, എല്ലാവരുടെ ഫോണും ലോക്കാണ്. ഒരാൾക്കും സ്വതന്ത്രമായി നമ്മുടെ ഫോണങ്ങ് തുറന്നു കൊടുക്കാൻ എന്തോ നമുക്കൊരു പ്രയാസമുള്ളത് പോലെ. ആരും അറിയാൻ പറ്റാത്ത, ആരും കാണാൻ പറ്റാത്ത, ആരും ശ്രദ്ധിക്കാൻ പറ്റാത്ത എന്തൊക്കെയോ മറച്ചു വെക്കാനുണ്ട് എന്ന മട്ടിലാണ് നമ്മുടെ കയ്യിലെ മൊബൈൽ ഫോണുകൾ. പലതും ലോക്കിട്ടിരിക്കുന്നു, സെർച്ച് ഹിസ്റ്ററി മായ്ച്ചു കളഞ്ഞുകൊണ്ടിരിക്കുന്നു. ആർക്കും കിട്ടാത്ത വിധമുള്ള ഒരുപാട് സ്വകാര്യമായ സംവിധാനം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. അല്ലാഹ് പറഞ്ഞൊരു വാക്കുണ്ട്, യസ്തഖ്ഫൂന മിനന്നാസ് വലാ യസ്തഖ്ഫൂന മിനല്ലാഹ്. എപ്പോഴും മനസ്സിലുണ്ടാവേണ്ടുന്ന ഖുർആനിക വചനം. യസ്തഖ്ഫൂന മിനന്നാസ്, ജനങ്ങളിൽ നിന്ന് അവർ മറച്ചു വെക്കുന്നു. വലാ യസ്തഖ്ഫൂന മിനല്ലാഹ്, പടച്ച റബ്ബിൽ നിന്ന് അവർ മറച്ചു വെക്കുകയില്ല. ആരും കാണാതെ മറച്ചു വെക്കാൻ പറ്റും മനുഷ്യന്മാരുടെ ഇടയിൽ, എന്നാൽ പടച്ച റബ്ബിന് മുമ്പിൽ മറച്ചു വെക്കാൻ സാധ്യമല്ല എന്ന ഖുർആനിക വചനം സഹോദരങ്ങളെ ഓർമ്മയുണ്ടായാൽ മാത്രം മതി. ഇപ്പം സ്വകാര്യ ജീവിതത്തിൽ തിന്മകൾ ഉണ്ട് എങ്കിൽ പരസ്യ ജീവിതത്തിൽ നന്മകൾ അല്ലാഹു തആല സ്വീകരിക്കുകയില്ല. അള്ളാഹ്ക്ക് ആവശ്യമില്ല. കാരണം പരസ്യമായി അമൽ ചെയ്യുന്നു, സ്വകാര്യമായി അള്ളാഹ്ക്കെതിരായി പ്രവർത്തിക്കുകയും ചെയ്യുന്നു. എങ്കിൽ പിന്നെ എന്തു കാര്യമുണ്ട് ആ അമലിന്? സ്വകാര്യ ജീവിതം നന്നാക്കുക. റമളാനിൽ അള്ളാഹിനെ പേടിച്ചുകൊണ്ടാണ് അടുക്കും ചിട്ടയും ഉണ്ടായതെങ്കിൽ ആ പടച്ച റബ്ബ് ശവ്വാലും നിരീക്ഷിക്കുന്നുണ്ട്.
അടുത്ത മാസങ്ങളിൽ നിരീക്ഷിക്കുന്നുണ്ട്. ജീവിതത്തിലെ എല്ലാ നിമിഷത്തിലും റബ്ബിന് നിരീക്ഷണമുണ്ട്. മരണം വരെ അത് തുടർന്നുകൊണ്ടേയിരിക്കും. അള്ളാഹു കാണാത്ത, അവൻ കേൾക്കാത്ത, അവൻ അറിയാത്ത, അവൻ നിരീക്ഷിക്കാത്ത ഒരു സമയമില്ല, സന്ദർഭമില്ല. എവിടെയാണെങ്കിലും ശരി, എത്ര സ്വകാര്യതയിലാവട്ടെ, ആരും കാണാത്ത അവസ്ഥയിലാവട്ടെ, എത്ര നട്ടപ്പാതിരാക്കി ഒരാളുമില്ലാതെ വാതിലടച്ച് പൂട്ടി ഒരാളും അറിയുകയില്ല എന്ന ഉറപ്പോടുകൂടിയാണെങ്കിലും ശരി, അല്ലാഹു തആല എല്ലാം കാണുന്നുണ്ട്, എല്ലാം അറിയുന്നുണ്ട്. അല്ലാഹു ലത്തീഫാണ്, അവൻ ഖബീറാണ്, അവൻ ഹക്കീമാണ്, സൂക്ഷ്മജ്ഞാനിയാണ്, നിഗൂഢമായ രഹസ്യങ്ങളെപ്പോലും അറിയുന്നവനാണ് അല്ലാഹു തആല. ആ ബോധത്തോടെ ജീവിതത്തെ ക്രമീകരിക്കാൻ നാം പരിശ്രമിക്കുക, അമലുകൾ വർദ്ധിപ്പിക്കുക, ജീവിതാവസാനം വരെ നന്മകളിൽ മുന്നേറുക, തിന്മയില്ല എന്ന് ഉറപ്പുവരുത്തുക. റബ്ബിനെ പേടിച്ചുകൊണ്ട് അവൻ്റെ കൽപ്പന നിർദ്ദേശങ്ങളെ പാലിച്ചുകൊണ്ട് ശരിയായ മുഅ്മിനീങ്ങളായി മുത്തഖീങ്ങളായി ജീവിച്ചു മരിക്കാൻ പരിശ്രമിക്കുക. ശിർക്ക് ജീവിതത്തിൽ ഇല്ല എന്ന് ഉറപ്പുവരുത്തുക. തൗഹീദിൽ അടിയുറച്ച അചഞ്ചലമായ പടച്ചറബ്ബിനെ പറ്റി കൃത്യമായ ബോധ്യമുള്ളവരായി ജീവിച്ചു മരിക്കാൻ ശ്രമിക്കുക. അല്ലാഹു തആല തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات وقاضي الحاجات. ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما. اللهم ربنا تقبل منا، ربنا تقبل منا، ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. وصلى الله وسلم على محمد وآله وصحبه أجمعين والحمد لله رب العالمين.